നമസ്കാരം. കേരളം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വിധി എന്നെത്തി. അത് തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷ ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കണം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജനങ്ങളെ പറ്റിക്കുന്നു, ആ ജനങ്ങൾ സഹിക്കുന്നു. അപ്പോൾ ശരിക്കും നല്ലൊരു ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നാലും ഖജനാവിൽ പൈസ ഉള്ളത് കൊണ്ട് അതിനെടുത്ത് വിനിയോഗിക്കാൻ അവർക്ക് കഴിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നൊരു വിധിയായിരുന്നു അത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാം. അവർക്ക് എന്തു ആവാം, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുകൊണ്ട് എന്തു ആവാം. പക്ഷേ കാണിച്ചതെല്ലാം പോകരുതല്ലോ. എക്സാലോജി കമ്പനി അന്വേഷണം നടക്കട്ടെ. അത് അന്വേഷണം നടന്നിട്ട് നമുക്കത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത്തരം രേഖകൾ അവർക്കെതിരാണെന്ന് തോന്നുന്നു. ഇനി അന്വേഷണം നടത്തിയിട്ട് ശേഷം അത് അതിൻ്റെ ഫൈനലൈസ് ചെയ്യണമല്ലോ. അപ്പം കോടതി അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുന്നു, ഓക്കെ, അത് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ്. ഇനി ആ അന്വേഷണം SFIO തുടർന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ കണ്ടെത്തലും എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. അത് തെറ്റ് ചെയ്തിട്ടുണ്ട്, ശിക്ഷ ഉപ്പ് തിന്നാവും വെള്ളം കുടിക്കണം എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അതേ സ്റ്റേജിൽ തന്നെ ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം കേരളത്തിൽ ഇപ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഇപ്പം ഇത് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞ് ഇവർ പറയും, മറ്റൊരു അങ്ങനെ മാറി മാറിയുള്ള ഒരു ഇതാണ്. കേന്ദ്രം കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കേന്ദ്രം ചെയ്യുന്നുണ്ട്. ഇവിടെ അത് തീർച്ചയായിട്ടും അതൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെ വേണം. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നീങ്ങണം. എങ്കിൽ സാധാരണക്കാരൻ ഞാനും മുഖ്യമന്ത്രി ഒരേ സ്റ്റേജാണ്. അവർ ജനങ്ങളെ വോട്ട് പിടിപ്പിച്ചാണ് മുഖ്യമന്ത്രി ആക്കുന്നത്. ആ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് ബാധ്യതയുണ്ട്. തെറ്റ് ചെയ്താൽ സൂക്ഷിക്കണം. വീണ വിജയൻ സൂപ്പറായിരിക്കും. ഒരു രക്ഷകളിലോ പൊടി പൊടിക്കും. ഇതിനപ്പുറം എന്ന് പറയണ്ട. അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതിനു മുമ്പേ നമ്മളെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ED മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടത്തി. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ലാവ്ലിൻ കേസ് എത്രയോ നാളുകൊണ്ട് ഇപ്പോഴും പിണറായി വിജയനെ പൂട്ടിക്കളയും എന്ന് പറഞ്ഞ് നടക്കുക. എന്ത് സംഭവിച്ചു? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കണം. കോടതി ഒരു കോടതിയല്ലല്ലോ രാജ്യത്തുള്ളത്. ഒരു കോടതി തള്ളി അതിന് മുകളിൽ കോടതികളുണ്ട്. അല്ല, ഈ അന്വേഷണത്തിൽ കാര്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കോടതി തള്ളിയത് ഹർജി? അങ്ങനെ അന്വേഷണത്തിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി വീണ വിജയൻ കുറ്റക്കാരനെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും കോടതി? ഇല്ലല്ലോ. അന്വേഷണം നടക്കുകയല്ലേ. അന്വേഷിക്കുന്നത് കുറ്റവാളിയല്ലല്ലോ, കുറ്റാരോപിതരല്ലേ. കുറ്റം തെളിയിക്കട്ടെ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജനങ്ങളെ പറ്റിക്കുന്നു, ആ ജനങ്ങൾ സഹിക്കുന്നു. ഇനി ഞാനപ്പോൾ എന്താ പറയാതിരിക്കുന്നു? ഇനി ആരെങ്കിലും പ്രതികരിച്ചാൽ ചിലപ്പോൾ ഇനി അവരെ ഈ ലോകത്ത് ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവും. അതുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാം സഹിക്കുക. അതെ, പ്രതികരിക്കാൻ എന്താ? വീണ വിജയൻ അകത്ത് പോട്ടെ, തെറ്റ് ചെയ്തവരെ അകത്ത് പോവും. തെറ്റ് ചെയ്ത് അല്ലേ പിണറായി വിജയൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോട്ടെ. തെറ്റ് ചെയ്തെങ്കിലും അകത്ത് പോകണമല്ലോ. ഞാനായിരുന്നാലും വീണ വിജയനായിരുന്നാലും ആരായാലും തെറ്റെങ്കിൽ അത് നിയമമുണ്ടല്ലോ. കോടതി എന്ത് പറയുന്നു അതനുസരിച്ച് ഓക്കെ നമ്മൾ അംഗീകരിക്കുന്നു. കോടതി നമ്മൾ ബഹുമാനിക്കുന്നു. അവർ കാറിൽ കൂടെയാണ് കാറിലാണ് പൊക്കുന്നത്. ഇപ്പം അവർ ഓയിലെ കൂടെയാണ് സർവീസ്. ആരുടെ പണമാണ്? പാവപ്പെട്ടവരുടെ പണം. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പാവപ്പെട്ട എത്ര കിടരോഗികൾ കിടക്കുന്നറിയാമോ? ഈ പെൻഷനത്തിന് ഉദ്ദേശിച്ച് എത്ര കിടരോഗികൾ കട്ടിലിങ്ങനെ മരുന്ന് കിടക്കുന്നറിയാമോ? ഒരു ചായ കുടിക്കാൻ വേണ്ടിയായിട്ട് പട്ടണിയായിരുന്നു നിവർത്തിയിട്ട് ഒരാൾ മരിച്ച് ഈ പെൻഷത്തിൻ്റെ ഇത് വെച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ഈ നേതാക്കന്മാരും മന്ത്രിമാരും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ പിച്ചക്കാരെ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പറഞ്ഞു തരും. ഇത്ര മാത്രമേ എനിക്ക് പറഞ്ഞ് ചുരുക്കാനുള്ളൂ. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അത് നേരിടെ മാത്രമല്ല, തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് സാധാരണ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പത്രം വായിച്ചും ഈ TV കണ്ടും ഒരുപാട് കാലം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ശരിക്കും നല്ലൊരു ശിക്ഷ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഇവർ കമ്മ്യൂണിസമാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ കമ്മ്യൂണിസം അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരു കാലത്തെ ഒരു അധികാരത്തിൽ വരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവരെ കൊണ്ട് കമ്മ്യൂണിസം താങ്ങൂല. കമ്മ്യൂണിസം അല്ല ഇപ്പോൾ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഇങ്ങനെ ഭരണം മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്ത് ഇവരുടെ ഭരണം വരെ ഈ കേരളത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എന്ത് കേസുകൾ വന്നിരുന്നാലും അവർക്ക് എതിരായിട്ട് വന്നാൽ ഖജനാവിൽ ജനങ്ങളുടെ പൈസയുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നാലും ഖജനാവിൽ പൈസ ഉള്ളത് കൊണ്ട് അതിനെടുത്ത് വിനിയോഗിക്കാൻ അവർക്ക് കഴിയും. ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ഹർജി കൊടുത്തിരുന്നാലും ഗവൺമെൻറ് വക്കീൽ അവർക്ക് വേണ്ടി വാദിക്കാനുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ ഭരണപക്ഷം എന്ത് പ്രശ്നം കാണിച്ചാലും അവരുടെ ബന്ധുക്കൾ എന്ത് പ്രശ്നം കാണിച്ചാലും
നമ്മുടെ കാശെടുത്താണ് അവർ ബാധിക്കുന്നത്. അതെ, അബ്സല്യൂട്ട്ലി. അതുകൊണ്ടിട്ടാണ് ഖജനാവിൽ എന്തും അവർ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിലും ഖജനാവിലെ പൈസ എടുത്തിട്ടാണ് ജനങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയും പൈസ എടുത്തിട്ടാണ് വിനിയോഗിച്ചിരിക്കുന്നത്. കാരണം പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ജുഡീഷ്യറി ഉണ്ട്, ആ ജുഡീഷ്യറിയെ മാനിച്ചുകൊണ്ട് എന്ത് വിധികളായാലും നടപ്പിലാക്കാനാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം ഉള്ളതെന്ന്. അപ്പോൾ ജുഡീഷ്യറിയെ മാനിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ആ കേസിന് കക്ഷി ചേരുകയും ജനങ്ങളോട് പറയേണ്ടത് തീർച്ചയായിട്ടും സത്യസന്ധമായി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് വാദിക്കുമ്പോഴത്തേക്ക് കയ്യിൽ കനമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മടിയിൽ കനമുണ്ട്. ആ, മടിയിൽ കനമുണ്ട്. അതെ 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 അതെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കിനെതിരെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിലവിളിച്ചുകൊണ്ട് വീണ ഓടിയത് കർണാടക ഹൈക്കോടതിയിലേക്കാണ്. ആദ്യം മാറ്റിവെച്ച കേസിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നു. ഈ പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം തുടരാം എന്നാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് വീണയാണ്. അതുപോലെ വീണയുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ റിയാസ് ഖാനും ഒക്കെ ആയ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വീണയുടെ അറസ്റ്റിന് വരെ അത് വഴിതെളിക്കും. ഒരുപാട് ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചു, ഒരുപാട് പേരും വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞത്. പലർക്കും പ്രതികരിക്കാൻ താല്പര്യമില്ല, എതിർകക്ഷിക്കാർ വല്ലതും ചെയ്യുമെന്ന പേടിയുണ്ട്. എങ്കിലും കുറച്ച് പേരൊക്കെ സത്യസന്ധമായി പ്രതികരിച്ചു. മലയാളം അല്ലെങ്കിൽ വേണ്ടി ക്യാമറമാൻ JP-ക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.